ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബി പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഈ ഒരു സെക്ഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ പ്ലാനിങ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്ട്രാറ്റജീസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, സ്ട്രാറ്റജീസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, എന്താണ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ്, ഏതൊക്കെ ലെവൽസ് ഉണ്ട്. ഫങ്ഷണൽ ലെവൽ ഉണ്ടായിരുന്നു, ബിസിനസ് ലെവൽ ഉണ്ടായിരുന്നു, ലാസ്റ്റ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് സ്ട്രാറ്റജിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കുക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എവിടെയാണോ പഠിച്ചു നിർത്തിയത് അവിടെ എത്തി നിൽക്കുക. എവിടെ നമ്മൾ സ്ട്രാറ്റജീസൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കുക. സ്ട്രാറ്റജീസ് വെറുതെ ബുക്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? ഇത് നടപ്പിലാക്കണ്ടേ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ. അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഏരിയ ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇംപ്ലിമെൻറ്റിംഗ് ദ സ്ട്രാറ്റജീസ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരേ അതായിരുന്നു, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ സ്ട്രാറ്റജീസ്. ഇതിൽ സ്ട്രാറ്റജീസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ള ഏരിയ ലാസ്റ്റ് ലെക്ചറോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ പഠിക്കുക നെക്സ്റ്റ് സ്റ്റേജ്, അടുത്ത സ്റ്റെപ്പാണ് എന്താ, എങ്ങനെ ഈ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നോക്കിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ടേണിംഗ് സ്ട്രാറ്റജി ഇൻ ടു ആക്ഷൻ വിയ ഓർഗനൈസേഷണൽ ഡിസൈൻ. അതായത് നമ്മൾ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ഇത് വെറുതെ ബുക്കിൽ ഇങ്ങനെ പ്ലാനായിട്ട് വെച്ചാൽ പോരാ. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്ട്രാറ്റജീസിനെ ആക്ഷൻസിലേക്ക് കൊണ്ടുവരണം. അതായത് പ്രവൃത്തിയിലേക്ക്, ആക്ഷൻ സോങ് കളിക്കാനല്ല, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് എന്താക്കുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്? വിയ ഓർഗനൈസേഷണൽ ഡിസൈൻ. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസേഷന് ഒരു ഡിസൈൻ വേണം. നമ്മളൊരു വീടൊക്കെ വരയ്ക്കുമ്പോൾ അതിനു മുമ്പ് പ്ലാൻ വരയ്ക്കും, ഡിസൈൻ വരയ്ക്കും, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഫുൾ ഐഡിയ നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനും എന്ത് വേണം? ഒരു ഡിസൈൻ വേണം. വേണ്ട, നിങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ 60 ഡേയ്സിലെ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഫുൾ ബാച്ച് 4 months എടുത്ത് നമ്മൾ എടുക്കുന്ന ഫുൾ ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മളൊരു കോഴ്സ് ഡിസൈൻ തരുന്നില്ലേ? ഇനി 60 ഡേയ്സിലെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ പറയും 10 ഡേയ്സ് കൊണ്ട്, 10 ദിവസം കൊണ്ടായിരിക്കും സെക്ഷൻ ബി പഠിച്ചു തീർക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഇതായിരിക്കും പഠിക്കുന്നത്. ഇത്ര ഡേയ്സ് കൂടുമ്പോഴായിരിക്കും ലൈവ് സെഷൻ വരുന്നുണ്ടാവുന്നത്. എല്ലാ ദിവസവും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തരുന്നില്ലേ? ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡിസൈൻ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അറിയാം എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് 60 ഡേയ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 6 months എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കോഴ്സിൽ എന്തൊക്കെ കിട്ടും, ടോട്ടലി ആ കോഴ്സ് ഡിസൈൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുമ്പോൾ അവരും എന്ത് ചെയ്യണം? ഓർഗനൈസേഷണൽ ഡിസൈൻ ചെയ്യുന്നുണ്ടാവണം. ഇനി എന്തൊക്കെയാണ് ആ ഓർഗനൈസേഷണൽ ഡിസൈനിൻ്റെ എലമെൻറ്റ്സ് എന്ന് നോക്കാം. മെയിൻലി 3 എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് സ്ട്രക്ചർ, അതായത് ഏത് കമ്പനി ആയിക്കോട്ടെ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പണിക്കാർ എംപ്ലോയീസൊക്കെ തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ ലീവ് എടുക്കുക, ഇഷ്ടമുള്ളപ്പോൾ മാത്രം വരിക, തോന്നിയ പണി ചെയ്യുക. ഇങ്ങനെയാണോ നല്ലൊരു കമ്പനി വർക്ക് ചെയ്യുന്നത്? ആണോ? നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വർക്കിംഗ് പ്രൊഫഷണൽസ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആണോ വർക്ക് ചെയ്യുന്നത്? അല്ല. പോകുന്ന ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം അല്ലെങ്കിൽ ക്ലോക്ക് ഇൻ ചെയ്യണം. പുറത്തിറങ്ങുന്ന സമയത്ത് ക്ലോക്ക് ഔട്ട് ചെയ്യണം. ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ മുന്നേ മെയിൽ അയച്ച് നമ്മൾ ലീവ് റിക്വസ്റ്റ് ചെയ്ത് അപ്രൂവ്ഡ് ആയിട്ട് കിട്ടണം. ഇങ്ങനെ അവിടെ ഒരു സിസ്റ്റം ഇല്ലേ, ഒരു സ്ട്രക്ചർ ഇല്ലേ അവിടെ? ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിലായിരിക്കും എന്തൊക്കെ ഡിഫൈൻ ചെയ്യുക, റോൾസ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം. വീണ്ടും നമ്മുടെ കോഴ്സിലേക്ക് വാ, എന്നോട് പറയും മോളിന്ന് വിളിച്ച്, എൽദോസ് സാറാണ് ഈ സെക്ഷൻ ബി എടുക്കേണ്ടത്. പാർട്ട് 2 വന്നാൽ അവിടെയും സെക്ഷൻ ബി എടുക്കേണ്ടത് എൽദോസ് സാറാണ്. എൻ്റെ റോള് എനിക്ക് ഡിഫൈൻ ചെയ്തു തന്നു, കൂടെ ഒരു റോളും കൂടെ തന്നു, സെക്ഷൻ സിയും കൂടെ എൽദോസ് സാർ എടുക്കണം. എൻ്റെ റോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യാം? എൻ്റെ ക്ലാസ്സസ് ഫുള്ള് എനിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം, എനിക്ക് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ റോള് ഡിഫൈൻ ചെയ്ത് തരിക. എൻ്റെ എന്നല്ല, ഒരു കമ്പനിയിലുള്ള ഫുൾ എല്ലാവരുടെയും റോൾ എന്താണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നോട് പറയും. പറഞ്ഞ ദിവസത്തിൽ ക്ലാസ് എടുത്ത് തീർക്കണം.
10 ദിവസം കൊണ്ട് സെക്ഷൻ ബി തീർക്കണം. പാർട്ട് 2 സെക്ഷൻ ബി ഒരു 20 ദിവസം 22 ദിവസം കൊണ്ട് തീർക്കണം. പാർട്ട് 2 സെക്ഷൻ സി ഒരു 10 ദിവസം കൊണ്ട് തീർക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി തന്നേക്കുക. പ്രോപ്പറായിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണം. എല്ലാ ദിവസവും റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റ് നടത്തണം. സ്റ്റുഡൻസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്ക് കൊടുത്തേക്കുക. വേറെ ആളുണ്ടാവും ഇവിടെ അക്കൗണ്ട്സ് നോക്കുന്നത്, ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്ന ഫീസൊക്കെ അക്കൗണ്ട് ചെയ്യുക, എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ടെന്നുള്ള അക്കൗണ്ട് ചെയ്യുക, കമ്പനിയുടെ ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവും, ഓരോരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അത് വ്യക്തമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് സ്ട്രക്ചറിലാക്കി കൊടുക്കുക. പിന്നെ കണ്ടോ, കോർഡിനേഷൻ ബിറ്റ്വീൻ ഫങ്ഷൻസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോർഡിനേഷൻ ഉണ്ടാവും. ഇപ്പോൾ അഭിജിത്ത് സാറും ഞാനും വരുമ്പോൾ എനിക്കറിയാം ഞാൻ സെക്ഷൻ ബി എവിടെ എടുക്കണം എന്ന്. അഭിജിത്ത് സാർ അപ്പുറം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെക്ഷൻ ഡി ആയിരിക്കും അഭിജിത്ത് സാർ റെക്കോർഡ് ചെയ്യുന്നത്. അസ്ലം സാർ അപ്പുറം നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് സെക്ഷൻ എ ആയിരിക്കും. നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ 2 സ്റ്റുഡിയോ മാത്രം ഉണ്ടായിരുന്ന സമയത്തോ ഞാൻ ഫ്രീ ആകുമ്പോഴായിരിക്കും അസ്ലം സാർ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ അസ്ലം സാർ ഫ്രീ ആകുമ്പോഴായിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുക ക്ലാസ്സസ്. സോ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആരൊക്കെ ഏതൊക്കെ സമയത്ത് വരണം, എപ്പോഴാണ് സ്റ്റുഡിയോ ബുക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഏത് ഓർഡറിൽ പഠിപ്പിക്കണം, ഇങ്ങനെ മൊത്തത്തിൽ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അത് കഴിഞ്ഞ് എന്ത് നോക്കണം? കൺട്രോൾ സിസ്റ്റം ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരിക, പെർഫോമൻസ് ട്രാക്കിംഗ് കൊണ്ടുവരിക, ഫീഡ്ബാക്ക് കൊണ്ടുവരിക. എടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ സെക്ഷൻ ഇ ഇൻറ്റേർണൽ കൺട്രോൾസിൽ പഠിക്കുമ്പോൾ കുറേ കൺട്രോൾസ് കൊണ്ടുവരണം. ഇവർ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. അതിനല്ല ഈ ഒരേ ഓഫീസിലൊക്കെ എത്തുമ്പോൾ പഞ്ചിൻ ചെയ്യണം എന്ന് പറയും. നമ്മൾ തന്നെയാണ് വരുന്നത് പോകുന്നതെന്ന് ഉറപ്പ് വരുത്താതിരിക്കാൻ. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ കൺട്രോൾസ് സ്ട്രോങ് ആക്കണം. CCTV കാര്യങ്ങളും വെക്കും. മനസ്സിലായോ? വലിയ പർച്ചേസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹയർ ഒഫീഷ്യലിൻ്റെ ഓതറൈസേഷൻ വേണം എന്ന് പറയും. ഇതൊക്കെ കൺട്രോൾസ് സ്ട്രോങ് ആക്കുന്നതാണ്. സോ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പെർഫോമൻസ് ഒക്കെ ട്രാക്ക് ചെയ്ത് കൺട്രോളിലാണ് കാര്യം, നമ്മുടെ കൺട്രോളിലാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ്സും ബോണസും കാര്യങ്ങളും റിവാർഡ്സ് കൊടുക്കുക. പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് എടുക്കുക. ആരൊക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്? ഇപ്പം നിങ്ങളുടെ പോലും നമ്മൾ ഒരേ സെഷൻ കഴിയുമ്പോഴും ഫീഡ്ബാക്ക് ഫോം റൺ ചെയ്യാറില്ലേ? കാര്യം എന്താ? നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണ് ഒന്നുകൂടി ബെറ്റർ ആക്കേണ്ടത്? എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റി പോകുന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. എന്നാലാണ് എന്തുണ്ടാവുള്ളൂ? ബെറ്റർമെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? സോ ഒരു ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, നല്ല കൺട്രോൾ ഉണ്ടാവണം, ഫൈനലി നല്ലൊരു കൾച്ചർ ഉണ്ടാവണം. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താടാ? അവനൊരു കൾച്ചറില്ലാത്തവനാണ്, അല്ലെങ്കിൽ കൾച്ചർലെസ് ഫെല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു മര്യാദ, അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു രീതി. ഇതൊക്കെയല്ലേ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കൾച്ചറായിരിക്കണം. അത്യാവശ്യം നല്ല വാല്യൂസൊക്കെ ഉണ്ടായി, ഒരു നന്മ നിറഞ്ഞ നമ്മുടെ ജോയിയുടെ പടമൊക്കെ പോലെ ഫുള്ള് നന്മേഷ് പച്ചമയം ആക്കിയുള്ള ഒരു നല്ലൊരു കൾച്ചർ ഉണ്ടാവണം. വെറുതെ പറഞ്ഞാണ്. നല്ല കൾച്ചർ എന്ന് പറഞ്ഞാൽ സോഷ്യലി ഒക്കെ റെസ്പോൺസിബിളായിട്ട് നല്ല രീതിയിൽ നല്ല വാല്യൂസ് ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ വേണം. കണ്ടോ, ഷെയർഡ് വാല്യൂസ് ഉണ്ടാവണം, നല്ല നോംസ് ആയിരിക്കണം നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം, ബിഹേവിയർ. ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കൾച്ചറും അവിടെ ഉണ്ടാവണം. ഓക്കെ അല്ലേ? പക്ഷെ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡാ. നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ മേലെ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടാവും. അവർ നന്നായിട്ട് വർക്ക് ചെയ്താൽ അവർക്ക് ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ കിട്ടും. അപ്പോൾ അവർ നല്ലൊരു വർക്ക് കൾച്ചർ ഉണ്ടായി, കമ്മ്യൂണിക്കേഷനൊക്കെ പ്രോപ്പറായി. ചിലയിടത്തെ വർക്ക് കൾച്ചർ എങ്ങനെയാണ്? എത്ര സുപ്പീരിയർ ആണെന്ന് പറഞ്ഞാലും നമ്മൾ പേരായിരിക്കും വിരിക്കുക. ചേട്ടാന്നോ സാർ എന്നോ വിളിക്കില്ല. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിന് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഒരിക്കലും സാർ എന്ന് വിളിക്കില്ല. എത്ര എൽഡർ ആണെങ്കിലും എത്ര സീനിയർ ആണെങ്കിലും പേരായിരിക്കും. അതുപോലെ നമ്മുടെ എത്ര ജൂനിയർ ആണെങ്കിലും നമ്മളെ പേര് എൽദോസ് എന്നായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. സോ അതൊക്കെ ഓരോരോ സ്ഥാപനത്തെ വർക്ക് കൾച്ചേഴ്സാണ്. ഓക്കെ അല്ലേ? എന്താണ് എഫക്റ്റീവ് ഡിസൈൻ? എൻഷുവേഴ്സ് എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ആൻഡ് അലൈൻ ടുവേർഡ്സ് എഫിഷ്യൻസി, ക്വാളിറ്റി, ഇന്നൊവേഷൻ ആൻഡ് റെസ്പോൺസീവ്നെസ്. നല്ല ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് എന്തായിരിക്കും? എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. നല്ല പവറായിട്ട് ജിൽ എന്ന് ചാടി നിൽക്കും. മനസ്സിലായോ? അത് എന്തിലേക്ക് നയിക്കും? അലൈൻ ടുവേർഡ്സ്
എഫിഷ്യൻസി, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ, നല്ല പുതിയ പുതിയ ഐഡിയകൾ, ആശയങ്ങൾ, ഇന്നോവേഷനൊക്കെ വരാൻ, ആൻഡ് ഹൈലി റെസ്പോൺസീവായിട്ട് നിൽക്കാൻ. കസ്റ്റമറുടെ ഒക്കെ അടുത്ത് ചാടി എന്ത് ചോദിച്ചാലും അപ്പം തന്നെ തക്ക് തക്ക് തക്കെന്ന് നിന്ന് റെസ്പോൺസീവായിട്ട് നിൽക്കുക. മനസ്സിലായില്ലേ? ഇത് നാലിനെയാണ് എന്തെന്ന് പറയുക? ഡിസ്റ്റിങ്റ്റീവ് കോമ്പിറ്റൻസീസ്. നമ്മളെ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഡിസ്റ്റിങ്റ്റ് ആക്കി മാറ്റി നിർത്തുന്ന കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റും. ഏതൊക്കെ ഉണ്ടെങ്കിലാ? എഫിഷ്യൻ്റ് ആണെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ, ആൻഡ് നല്ല റെസ്പോൺസീവ് ആണെങ്കിൽ. ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്? ഓർഗനൈസേഷനിൽ നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? 2 പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ അഫക്ട്സ് കൾച്ചർ. ഷുവർ, നല്ലൊരു സ്ട്രക്ചർ ഇല്ല എങ്കിൽ ആർക്കും അവരവരുടെ റോൾ അറിയില്ല, റെസ്പോൺസിബിലിറ്റി അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തോന്നുമ്പോൾ വരിക, വരുമ്പോൾ പോവുക, എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയാണെങ്കിൽ അവിടെ നല്ലൊരു വർക്ക് കൾച്ചർ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ അഫക്ട്സ് കൾച്ചർ. കൾച്ചറിനെ, ഒരു സ്ഥാപനത്തിൻ്റെ വർക്ക് കൾച്ചറിനെ സ്ട്രക്ചർ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കൾച്ചർ മേ നീഡ് സ്ട്രക്ചർ ചേഞ്ച്. കൾച്ചർ നന്നാക്കാൻ വേണ്ടി സ്ട്രക്ചറിൽ ചിലപ്പോൾ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തേണ്ട ആവശ്യം വന്നേക്കാം. ആൻഡ് സ്ട്രോങ് ഡിസൈൻ, നല്ല അടിപൊളി ഡിസൈൻ ആണെങ്കിൽ ബെറ്റർ കോർഡിനേഷൻ ഉണ്ടാവും, നല്ല മോട്ടിവേഷൻ ഉണ്ടാവും, ഫിനാൻഷ്യലി നല്ല പ്രോഫിറ്റബിളും ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഇൻറ്റേർണലി എല്ലാം വളരെ നന്നായിട്ട് വന്നാൽ കമ്പനി വളരെ സ്മൂത്തായിട്ട് നടക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫിനാൻഷ്യലി പ്രോഫിറ്റബിളും ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ എല്ലാ ലെവൽസും നോക്കി, ഫങ്ഷണൽ ലെവലും ബിസിനസ് ലെവലും കോർപ്പറേറ്റ് ലെവലും ഒക്കെ നോക്കി നല്ല സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക. അത് ആക്ഷനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നല്ലൊരു ഓർഗനൈസേഷണൽ ഡിസൈനും കൊണ്ടുവരിക. എങ്ങനെ? നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു കൾച്ചർ, പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ഡിസൈൻ സെറ്റായിട്ട് വെക്കണം. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ടേബിളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു സമ്മറി ചാർട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ലെവൽ എന്നുള്ളതാണ്. ഫങ്ഷണൽ ലെവലിൽ വരിക, എപ്പോഴും പറയുന്ന പോലെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ കാര്യങ്ങളായിരിക്കും അവിടെ ഇമ്പ്രൂവ് ചെയ്യുക. പ്രൊഡക്ഷനും ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. ബിസിനസ് ലെവലിൽ മേക്ക് പൊസിഷനിങ് ആണ്. പൊസിഷനിങ് അതായത് ഏത് മാർക്കറ്റിൽ ബിസിനസ് നടത്തണം, ഏത് പ്രൊഡക്റ്റ് വേണം ബിസിനസ് നടത്താൻ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നേടിയെടുക്കേണ്ടത് ഡിഫറൻസിയേഷൻ നേടിയെടുക്കണം, ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പും നേടിയെടുക്കണം. കോസ്റ്റ് ലീഡർഷിപ്പ് എന്തായിരുന്നു? 2 തരം പഠിച്ചു. കോസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ട്, ഫോക്കസ് കോസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ട്. ഡിഫറൻസിയേഷൻ ഉണ്ട്, ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് എന്താ? കോസ്റ്റ് കുറയ്ക്കുക, ബാക്കിയുള്ളവരുടെ കാര്യം അഡ്വാൻറ്റേജ് കടുക. ഡിഫറൻസിയേഷൻ, യുണീക്ക്നെസ് കൊണ്ടുവരിക, ബാക്കിയുള്ളവരിൽ നിന്ന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിൽ സ്കോപ്പ് ഓഫ് ദ ബിസിനസ്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, ആരൊക്കെയായിട്ട് മെർജ് ചെയ്യണം, എങ്ങോട്ടൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യണം, എവിടെ ഔട്ട്സോഴ്സ് ചെയ്യണോ വേണ്ടയോ, ഇനി എന്താ പറയുക, സ്ട്രാറ്റജിക്കലായിട്ടുള്ള അലയൻസും കാര്യങ്ങളും വേണോ വേണ്ടയോ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ലെവൽ ഓഫ് സ്ട്രാറ്റജീസിൽ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് എന്നുള്ള ഏരിയയുടെ മേജർ സ്റ്റേജസ് കഴിഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചു സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ് ഉണ്ട്, ടാക്റ്റിക്കൽ ലെവൽ പ്ലാനിങ് ഉണ്ട്, ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ് ഉണ്ട്, പിന്നെ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് പഠിച്ചു, SWOT അനാലിസിസ് പഠിച്ചു, പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സ് പഠിച്ചു, മിഷൻ വേണം, വിഷൻ വേണം, ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടാവണം, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ഒക്കെ പഠിച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസും സ്ട്രെങ്ത്തും ഒക്കെ നോക്കുന്നുണ്ടാവണം. ലാസ്റ്റ് എല്ലാം നോക്കി ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കി നല്ലൊരു സ്ട്രാറ്റജി ഫോം ചെയ്യണം. അത് നല്ലൊരു ഓർഗനൈസേഷണൽ ഡിസൈനിലൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. ഇനി കുറച്ച് അതർ പ്ലാനിങ് ടൂൾസും കൂടെ ഉണ്ട്. അതായിരിക്കും നമ്മുടെ അടുത്ത ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററോട് കൂടിയ പ്ലാനിങ് കഴിഞ്ഞു. അതോടുകൂടി അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് അതല്ലേ സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എല്ലാവരും ഏതാണ് സെക്ഷൻ ബി? ബഡ്ജറ്റിംഗ് എന്നാ പറയുക. ആ ബഡ്ജറ്റിംഗ് നമ്മൾ തുടങ്ങാൻ പോവുക. പ്ലാനിങ്ങിൻ്റെ നെക്സ്റ്റ് അതർ പ്ലാനിങ് ടൂൾസ് എന്നുള്ള ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. സോ എല്ലാവരും ആ പവറോട് കൂടി ആ ലാസ്റ്റ് ചാപ്റ്ററാണ്, പ്ലാനിങ്ങിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഫുൾ എനർജിയോടുകൂടി അത് കാണാൻ പോവുക. അത് കഴിഞ്ഞ് നമുക്ക് ബഡ്ജറ്റിംഗ് തുടങ്ങണം. ഓക്കെ അല്ലേ? സോ എനർജി ഒന്നും ഡ്രോപ്പ് ഔട്ട് ആവാതിരിക്കുക. മോട്ടിവേഷനൊക്കെ എപ്പോഴും കൂട്ടി തന്നെ വെക്കുക. ഓർഗനൈസേഷണൽ ഡിസൈൻ വേണ്ട പോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി, ഒരു പ്ലാൻ, ഒരു ഡിസൈൻ വേണം. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ
ഈ ഒരു സെഷൻ ഈ ഒരു വിൻഡോയിൽ തന്നെ നമ്മളെല്ലാവരും പാസ്സാവും. ഗുഡ് ലക്ക് ഓൾ.